ഗുഡ് മോർണിംഗ് ഓൾ. സെൽഫ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓഡിയബിൾ അല്ലേ? Good morning, sir. Yes, audible ആണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഈ പുലരിയിൽ ഇവിടെ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരുത്തർക്കും, അതുപോലെ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സജന മാമിനും ഓൾ വിംബിൾ ടീമിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ജീവിതത്തിലുടനീളം ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദൈവത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്ക് മടി, ഒരു ലൈഫ് സ്കില്ല്. മടി, ലേസിനെസ് ഈസ് എ സ്കില്ല് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്. അപ്പോ മെയിനായിട്ട് അതിന്റെ പിന്നിലുള്ളൊരു കാര്യം ക്ലാസ്സിന്റെ പകുതിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും. ആക്ച്വലി മടി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നത് ഒരു കൂട്ടം ആളുകള് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതില് കുറച്ച് ഒന്നോ രണ്ടോ വിരുദ്ധന്മാര് പതിയെ ഒറ്റയും തട്ടി ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, മടി പിടിച്ച് നിൽക്കുന്നൊരവസ്ഥ. ഒരു 10 ആളുകള് ഇങ്ങനെ കൃത്യമായിട്ട് ഡ്യൂട്ടി ഇങ്ങനെ നല്ല ഓർഡറിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് സ്ലോ ആക്കി മുങ്ങുന്ന ഒരവസ്ഥ മടിയന്മാര്. ഞാൻ ഈ ലോഡ് ഒക്കെ ഇറക്കാൻ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് യൂണിയൻകാരുണ്ട്. ഒരു 5-8 യൂണിയൻകാര് നല്ല സ്പീഡിൽ ജോലി ചെയ്യുന്നവരാണ്. അതേല് 1-2 ആൾക്ക് നല്ല സ്പീഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെല്ലാവരും വർക്ക് നിർത്തും. അപ്പൊ നമ്മ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ അത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ഇതുപോലെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും കൂടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഒരിക്കലും സ്വാഭാവികമായിട്ട് ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ച്. പെട്ടെന്ന് സ്റ്റോപ്പ് ആയി. അപ്പൊ നമ്മൾ എന്തായാലും ചോദിച്ചു, ഇത് നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട സംഭവം പെട്ടെന്ന് ഇവര് നിർത്തിയപ്പോ നമ്മൾ ഓൾറെഡി നമ്മൾ എന്തായാലും ചോദിക്കും. അപ്പൊ ചോദിച്ചപ്പോൾ എന്താന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ആ യൂണിയൻകാരിൽ ഒരു മടിയനുണ്ട്. അദ്ദേഹത്തിന് ഇടക്ക് എന്ത് ചെയ്യും, ഒന്ന് മുണ്ടഴിച്ചു കുത്ത് മാറ്റാൻ പോകേണ്ടി വരും, ഇടക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരും, ഇടക്കൊന്ന് വെള്ളം കുടിക്കാൻ പോകേണ്ടി വരും, ഇടക്ക് തലയിൽ കെട്ടുന്ന സാധനം ഒന്ന് അഴിച്ചിട്ട് വീണ്ടും കെട്ടേണ്ടി വരും. അപ്പോ ആ സമയത്തൊക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കല്ലേ, അത് എന്ത് ചെയ്യും, ഇയാളുടെ ടേൺ വരുന്ന സമയത്തായിരിക്കും ഇയാള് മുങ്ങുന്നതല്ലോ. ആ സമയം ഇയാളുടെ ടേണ് കറക്റ്റ് ആയിട്ട് ഇയാൾ വന്നെടുത്തതിന് ശേഷം മാത്രമാണ് ഇവരെന്ത് ചെയ്യുള്ളൂ, പിന്നീട് ആ ഡ്യൂട്ടി റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അയാൾ വരുന്നത് വരെ അവിടെ ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ കറക്റ്റായി പോയാറുണ്ട്. പിന്നെ അയാളുടെ മടി അവിടെ മാറി എന്നുള്ളതാണ്. പിന്നെ അയാൾ ഈ ഉടായിപ്പ് അവിടെ ഒപ്പിച്ചിട്ടില്ല. അപ്പൊ മടിയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ തോട്ടിലേക്ക് വരുന്ന സംഭവം, ഇങ്ങനെ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിന്ന് പതിയെ പതിയെ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അതുപോലെ നമ്മുടെ സമയം, ചിലർ കണ്ടിട്ടുണ്ട് സമയം വെറുതെ ഇങ്ങനെ കളയുന്ന ഒരവസ്ഥ. വെറുതെ ഫോണിലൂടെ നിന്നിട്ട് നമ്മുടെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് അത് വെറുതെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ സമയം കളഞ്ഞിട്ടോ, അതല്ലെങ്കിൽ TV കണ്ടിട്ടോ, അതല്ല അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വെറുതെ ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി നിൽക്കുന്ന ഒരവസ്ഥ. അതൊക്കെ മടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, അതായത് ഇപ്പോ ഈ ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ മടി നഷ്ടപ്പെടുന്ന ഇതുപോലുള്ള കുറച്ച് നെഗറ്റീവ് ധാരണകളാണ് നമുക്ക് മടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. നെഗറ്റീവ് ആണ് മടിയെന്ന് നമ്മള് സൈക്കോളജിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും പറയുകയാണെങ്കിൽ മടി ഒരു ദോഷകരമായിട്ടൊരു അവസ്ഥയല്ല. മടിയെ അതിന്റെ ശരിയായ ഒരു ദിശയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ ഒരു കൃത്യമായിട്ടൊരു ഡിറക്ഷൻ
നമ്മൾ കൊടുത്ത് ആ മടിയെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മടി നമുക്കൊരു അനുഗ്രഹമായിട്ട് നമ്മുടെ ഒരു ലൈഫിലെ ബെസ്റ്റ് സ്കില്ലായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഒരു സന്തോഷം എന്ന് വെച്ചാല് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തിട്ട് സജന മാം ടോപ്പിക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സജന മാം നമുക്കത് ഇതൊക്കെ ആക്കി തന്നു, ഫോട്ടോ ആക്കി തന്നു. ഞാനതെന്ത് സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ട് അതില് ഒരു 3-4 ഫ്രണ്ട്സ് ഇതുപോലെ ഒരേ മെസ്സേജ് കറക്റ്റ് പല പല മേഖലയിലുള്ള ഫ്രണ്ട്സ് ഒരേപോലത്തെ മെസ്സേജ് കറക്റ്റ് ഇട്ടു. ഈ സ്കില്ല് എനിക്കുണ്ടെന്നും പറഞ്ഞിട്ട്. ഞാൻ പെട്ടെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2 സ്റ്റാറ്റസ് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ നാളെ എടുക്കാൻ പോകുന്ന ക്ലാസ്സിന്റെ സ്കില്ല് മടി ഒരു സ്കില്ലാന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കണത്. ആ സ്കില്ല് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈഫില് ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള ഒരു പ്രത്യേകതരം സ്കില്ലാണ് മടി എന്ന് പറയുന്നത്. അത് ഏതൊരു നാണയത്തിനും 2 വശമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ ഈ ഒരു വിഷയത്തിനും മടി എന്നൊരു വിഷയത്തിനും 2 വശമുണ്ട്. അപ്പൊ അതിലെ ഒന്നാമത്തെ വശം എന്ന് പറയുമ്പോൾ നമ്മള് സ്ട്രെസ് അടിച്ചിട്ട് നമ്മൾ ആകെ ടെൻഷനായി ആങ്സൈറ്റി പിടിച്ച് അതുപോലെ നമ്മളെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ആകെ ബോറടിച്ച് ലൈഫ് വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥയുണ്ട് മടിക്ക്. രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ മടിയെ തന്നെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച് നല്ല എഫിഷ്യൻസി ആക്കി നമ്മുടെ കഴിവുകളൊക്കെ പുറത്തെടുത്ത് അതുപോലെ തന്നെ നമ്മളെ ലൈഫ് സക്സസ് ആക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ഇതില് ഏതവസ്ഥ വേണമെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് അതിന്റെ ഫുൾ കൺട്രോൾ ഇരിക്കുന്നതും നമ്മളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. ഇത് വേറെ ആര് തന്നെ നമുക്ക് ഒരു കുന്ന് മോട്ടിവേഷൻ തന്നാലും നമ്മളെ കൊണ്ടത് നമ്മൾ വിചാരിക്കാതെ ലൈഫിൽ യാതൊരു മാറ്റവും നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകം ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റെഫി മാമിന്റെ മോട്ടിവേഷനാണ് മെഡിറ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ കറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് ആത്മീയതയുടെ മതപരമായിട്ടുള്ള ആത്മീയതയിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അതും കൂടി ഈ അവസരത്തിലേക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് മടിയൊക്കെ കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ട് ലൈഫ് ഒരു അടിപൊളി സക്സസ് ആക്കാനുള്ള ഒരു പോക്കാണ് പോയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോ മടിയുടെ ഒരു കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മടി പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് കൃത്യമായി നല്ല ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഏതൊരു വിഷയത്തിലും നല്ല സ്മാർട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അതായത് പുതിയ പുതിയ ഷോർട്ട് കട്ടുകൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുതിയ ഷോർട്ട് കട്ടുകൾ നല്ല ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഓട്ടോമേഷൻ അതൊക്കെ കറക്റ്റ് ആക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ നഥാനിയൽ ബ്രിഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്, ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് നമ്മുടെ ലോകത്തിന് സംഭാവന നൽകിയിട്ടൊരു സംഭവമുണ്ട്. ലോകത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളുടെയും സമാധാനത്തിന് അല്ലെങ്കിൽ അവരുടെ പകുതി ജോലിഭാരം കുറച്ച ഒരു സംഭവം കണ്ടുപിടിച്ചതിന് ഉടമയാണ് ഈ പറഞ്ഞ നഥാനിയൽ ബ്രിഗ്സ്. അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചത്. അത് അദ്ദേഹം കണ്ടുപിടിച്ചതിന്റെ പിന്നില് ആ ഇൻവെൻഷന്റെ പിന്നിലുള്ളത് അദ്ദേഹത്തിന്റെ മടിയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മടിയിൽ നിന്നും കണ്ടുപിടിച്ച മറ്റൊരു ഇൻവെൻഷൻ ആണ് റിമോട്ട് കൺട്രോൾ. നമ്മുടെ നിക്കോള ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഈ റിമോട്ട് കൺട്രോൾ. ഇതുപോലെ ഈ മടിയിൽ നിന്നും കണ്ടെത്തിയ ഒരുപാട് ഇൻവെൻഷനുകളുണ്ട്, ഒരുപാടുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഗോഡായിട്ടുള്ള ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. അതായത് ഐ വിൽ ഓൾവേസ് ചൂസ് ലേസി പേഴ്സൺ, അതായത് ടു ഡു എ ഡിഫിക്കൽട്ട് വർക്ക് എന്നാണ്. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യാനായിട്ട് അയാൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് മടിയന്മാരായിട്ടുള്ള ആളുകളെയാണ്. അപ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ മടിയന്മാരായിട്ടുള്ള ആളുകൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയിൽ ആ ജോലി ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. അപ്പോ മടി ഉള്ളത് ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രെയിനിൽ നമ്മുടെ സാധാരണ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുവെ ഒരു നമ്മളിലുള്ള ഒരാളോട് നമ്മൾ
പൊതു ഒരു വേദിയില് അല്ലെങ്കിൽ അവിടെ നമ്മുടെ വീടിന്റെ അടുത്തോ ഉള്ള ആരെങ്കിലും വന്നിട്ട് ഒരു കമ്മിറ്റി മെമ്പർ വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ നന്നായി അത്യാവശ്യം കേട്ടു, നിങ്ങൾ അത്യാവശ്യം നല്ല കൗൺസിലറാണ്, നന്നായിട്ട് ഇതൊക്കെ കൊടുക്കുന്ന ആളാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, വരുന്ന ഇതിന്റെ പ്രോഗ്രാം വരുന്നുണ്ട്, ഞങ്ങളെ കമ്മിറ്റിയുടെ പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോ വരുന്ന 1-ാം തീയതി പറയുന്നത് കേട്ടോ, ഒരു മാസത്തിന്റെ 1-ാമത്തെ സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ പറയാണ്, വരുന്ന 15-ാം തീയതി നിങ്ങൾ നമ്മളുടെ പരിപാടിയിൽ നിങ്ങളാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾ അന്ന് ഒരു അരമണിക്കൂർ ഒരു ക്ലാസ് നമുക്ക് തരണം, അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു മോട്ടിവേഷൻ നമുക്ക് തരണം എന്ന് ഇതിലുള്ള ഏതെങ്കിലും ഒരു ട്രെയിനിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ, എല്ലാവരുടെ അടുത്തും ഇല്ലട്ടെ, എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളുകളായിരിക്കും. പൊതുവെ കുറച്ചാളുകളെങ്കിലും ഞാൻ പറയുന്നത് അന്ന് തുടങ്ങിയിട്ട്, ഈ 1-ാം തീയതി തുടങ്ങിയിട്ട് ഈ വരുന്ന 15-ാം തീയതി വരെ ഇതന്നെ ആയിരിക്കും മൈൻഡിൽ ഫുൾ ടെൻഷൻ. നാളത്തെ ക്ലാസ് എടുക്കണം, 15-ാം തീയതി ക്ലാസ് എടുക്കണം, 15-ാം തീയതി ക്ലാസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആ 15-ാം തീയതി ആ പരിപാടി തീർന്ന് പുറത്തിറങ്ങി 4 ആളുകൾ അതിനെ നല്ലത് പറയുന്നത് വരെ, അതില്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് ആൾക്ക് കിട്ടുന്നത് വരെ ആളുടെ മൈൻഡ് ഫുൾ ടെൻഷൻ ആയിരിക്കും. കൈയും കാലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു വിറയലും, പുറത്തേക്ക് കാണൂലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു വിറയലോട് കൂടിയായിരിക്കും സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാകുക. ഇതിനെ നേരെ തിരിച്ച് നല്ലൊരു മടിയനാണെങ്കിൽ ഇപ്പോ എടുക്കേണ്ട ആ ടോപ്പിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടാവില്ല, യാതൊരു ടെൻഷനും ഉണ്ടാവില്ല, വിവരമല്ല, യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. ഫുൾ ഫ്രീ ആയിട്ട് സമാധാനപരമായിട്ട് ഇങ്ങനെ നടക്കും. 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ നടക്കും. 14-ാം തീയതി കമ്മിറ്റിയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിരിക്കും, സാർ നാളെ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും തരണമെങ്കിൽ നമുക്കത് പോസ്റ്ററിൽ അടിക്കാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോഴാണ് ആ സ്പോട്ടിൽ ഇരുന്നിട്ടായിരിക്കും ആലോചിക്കുക, എന്തെടുക്കണം. ഇത്രയും ദിവസം മടി പിടിച്ച് ഒരു കാര്യവും ചെയ്യാണ്ട് എങ്ങനെ പോയി. അപ്പോ പെട്ടെന്നായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്ത വരുന്നത്, എന്ത് ടോപ്പിക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അപ്പൊ കൊടുക്കും ചിലപ്പോ ഇതുപോലെ ലേസിനെസ്, മടി ഒരു സ്കില്ലാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സ്പോട്ടിൽ തോന്നുന്ന കാര്യമായിരിക്കും ചിലപ്പോ കൊടുക്കുക. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നണമെങ്കിൽ, സജൽ ബാബിന് എന്തെങ്കിലും തോന്നണമെങ്കിൽ അത് സാങ്കല്പികം മാത്രമാണ്. അപ്പൊ അങ്ങനെയാണ്. അത്രയും ദിവസം അപ്പോഴും ടെൻഷൻ ഉണ്ടാവൂല, അപ്പോഴും ആ സംഭവം അത് കൊടുത്തു, ആ ടോപ്പിക് അവിടെ കൊടുത്തു, എന്നിട്ടും അപ്പോഴും വിചാരിക്കും ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, നാളത്തെ ഒരു ദിവസം വരെ ഉണ്ട്, അപ്പൊ എന്നാലും സമാധാനമാണ്. അപ്പൊ കുറച്ചും കൂടെ കഴിയട്ടെ. മടിയുള്ളവരുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവര് മുഴുമടിയന്മാരാണെങ്കിൽ കൂടിയും ചെയ്യാൻ കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി അത് കൃത്യമായിട്ട് അവർ ചെയ്യും. അതിനു മുമ്പ് അവരെന്തെന്ന് വെച്ചാല് അവര് ഒബ്സർവ് ചെയ്യും. ഇപ്പോ ഇപ്പൊ ക്ലാസ്സിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവര് ഇപ്പോ ഇന്ന ദിവസം ക്ലാസ് കൊടുത്തേക്കാണ്, 15-ാം തീയതി ക്ലാസ് കൊടുത്തത്. അപ്പൊ അവർക്കറിയാം ഈ ക്ലാസ് എടുക്കുന്നതിന് ആ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് അവിടെ ഇവിടെ നോക്കി അവരുടെ മൈൻഡിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കഥകൾ അതിൽ ആഡ് ചെയ്ത് ബാക്കി അതിന്റെ ഗുണങ്ങളും അതിന്റെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത്ര സമയം മതി എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. ബാക്കി സമയം മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഫുൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ യാതൊരുവിധ ടെൻഷനും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണ് മടിയന്മാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അവരെ പരിപൂർണമായിട്ടും തള്ളിക്കളയാൻ പറ്റൂല. അതിൽ നിന്ന് അവര് ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ടൈം ഒരുപാട് ടൈം അവർ സേവ് ചെയ്യുന്നുണ്ട്. അത് പുതിയ സംഭവങ്ങൾ കണ്ടെത്താനായിട്ട് ഈ മടി അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം അവർ എനർജി സേവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവർ തള്ളിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ചിന്തകൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും. ഏറ്റവും എളുപ്പത്തിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ആ ജോലി എങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നത് മടിയന്മാരാണ്. ഇപ്പോ 10 ആളുകൾ, ഇപ്പൊ ഒരു ഉദാഹരണം വീണ്ടും പറയാണ്, 10 ആളുകൾ, ഞാൻ എല്ലാം യൂണിയൻ ബേസ്ഡ് എടുത്ത് പറയുന്നതെന്ന് വെച്ചാല് എനിക്ക് കുറെ നാളുകളായിട്ട് ഞാൻ കണ്ടു വന്നിട്ടുള്ള ഒരു കാര്യം ഇതാണ്. യൂണിയനായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. അതിൽ ഒരു ഉദാഹരണം എടുക്കണേ. അപ്പോ 10 ആളുകൾക്ക് 100 ബോക്സ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതില് 10 ബോക്സ് വീതം ഓരോരുത്തരും എടുക്കണം. അപ്പൊ ഇതില് 9 ആളുകൾ കൃത്യമായിട്ട് എടുക്കും. ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ഫോണിൽ കളിച്ചിരിക്കണ്ടാവും.
അവന് 9 ആളുകൾ എന്ത് ചെയ്യും, ഓരോ ബോക്സ് വീതം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കും, വീണ്ടും വന്നെടുക്കും. അവരെ 10 ബോക്സ് എടുത്ത് ലാസ്റ്റ് ഇവന്റെ 10 ബോക്സ് വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവൻ ഓടി വന്നിട്ട് ഏതെങ്കിലും ഒരു തള്ളണ വണ്ടി എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ട് ആ 10 ഇതിന്റെ അകത്തേക്ക് എടുത്ത് വെക്കും, ഒറ്റയടിക്ക് അവിടെ കൊണ്ടുവെക്കും. അവന് ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ജോലി എല്ലാം ഇവനും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ഡ്യൂട്ടി ഇവന് കറക്റ്റ് ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ അവൻ അവൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അവിടെ കൊണ്ടുവരിക ചെയ്തത്. അപ്പം മടിയന്മാരെ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ നിങ്ങളെ ഉണർത്തുന്നത്. ഇതില് കുറച്ച് കാര്യങ്ങളുടെ പറയാനുള്ളത്, മടിയന്മാരെ എങ്ങനെ നമുക്കതിനെ ഡൈവേർട്ട് ചെയ്ത് അതിന്റെ ലൈഫ് സ്കില്ലായിട്ട് നമ്മുടെ ഒരു സ്കില്ലായിട്ട് മാറ്റാം. അല്ലാതെ മടി, എനിക്ക് ഇന്നലെ അയച്ചവര് പറഞ്ഞത് അതൊരു കോമഡി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. സംഭവം എന്താന്ന് വെച്ചാല് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബെസ്റ്റ് വേർഷൻ കണ്ടെത്തണം. അപ്പോഴേ അതെന്താവുള്ളൂ, നമ്മുടെ ഒരു സ്കില്ലായിട്ട് അത് മാറുള്ളൂ. അതിനെ ഒരു പോസിറ്റീവായിട്ട് മാറ്റണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചാളുകൾ ചേർന്ന ഒരാളുകളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാൻ എന്തായാലും ആ കുറ്റപ്പെടുത്തുന്ന ആളെ പോസിറ്റീവായിട്ട് പറയും. അത് അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഒരു കാര്യമില്ല, എനിക്ക് അറിയൂലെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ഇപ്പോ വീട്ടിലേക്കാണ് കൂടുതലുണ്ടാവുക. ഞാൻ വീട്ടിൽ എല്ലാവരും കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുമല്ലോ, അല്ലെങ്കിൽ എല്ലാ ഫാമിലീസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞൊരു സ്വഭാവം ഒട്ടുമിക്ക എല്ലായിടത്തും ഉള്ളതാണെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല, നമ്മുടെ ഫാമിലിയിലൊക്കെ അത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അവിടെ ഇല്ലാത്ത ആളായിരിക്കും മിക്കപ്പോഴും, ചിലപ്പോൾ ഉണ്ടായാൽ പോലും ഇങ്ങനെ പറയാറുമുണ്ട്. അപ്പോ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ കൂടിയും ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുള്ളൂ. അത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ചർച്ചയെ നമ്മളൊന്ന് എന്ത് ചെയ്യും, മൊത്തത്തിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ടും അത് പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാനായിട്ടും അത് നല്ലൊരു തോട്ടാണ്. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ വൈഫ് ഇതുപോലെ അദ്ദേഹം വേറൊരു പയ്യനുമായിട്ട് ഒളിച്ചോടിപ്പോയി. കുറച്ചു കാലം മുമ്പ്, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ്. അദ്ദേഹം അപ്പോ പുള്ളിക്കാരൻ ആകെ ടെൻഷനായിരുന്നു. ഞങ്ങളൊക്കെ സമാധാനിപ്പിക്കാനായിട്ട് ഇവന്റെ ഫാമിലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഉണ്ടായ സംഭവം വെച്ചാല് എല്ലാ ആളുകളുടെ അടുത്തും ഇവന്റെ വൈഫിന്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള കുറ്റങ്ങൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇവൻ പറയുന്നുണ്ട്, അവൻ വിഷമിച്ചിരിക്കുന്നുണ്ട്, അവന്റെ വിഷമങ്ങൾ ആശ്വസിപ്പിക്കുന്നുമുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ സൈലന്റ് ആയിരുന്നു. പിന്നെ അവനോട് ആ സിറ്റുവേഷൻ ഒരു ഭയങ്കര നെഗറ്റീവ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോ അവന് ആശ്വസിപ്പിച്ചു, ഒക്കെ ശരിയാവും ഒക്കെ പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഒക്കെ റെഡിയാവും, നീ ഒന്ന് കൂളാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവിടെ നിന്ന് പോന്നു. അന്ന് അവിടെ നിന്ന് പോന്നെങ്കിലും പിന്നീട് ഇവൻ 2-3 പ്രാവശ്യം വീട്ടിൽ വന്ന് അവന് കുറച്ച് തെറാപ്പി സെക്ഷൻ ഒക്കെ കൊടുത്ത് അവനൊന്ന് സോൾവ് ആക്കി അവനെ ലൈഫിലേക്ക് ഒന്ന് വീണ്ടും കൊണ്ടുവന്നു. പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ മുഴുവൻ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ മൊത്തം എൻ്റെ ഫാമിലീസിൽ നിന്നും മൊത്തം ആളുകൾ ഈ പെൺകുട്ടിയെ ഒരുപാട് കുറ്റം പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും ആ കുട്ടിയെ കുറ്റം പറഞ്ഞില്ല. ആ കുട്ടിയുടെ എന്തെങ്കിലും വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഒരു സ്ത്രീ, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ വേറൊരു വഴിക്ക് പോവുകയാണെങ്കിൽ, അതായത് വേറൊരു വഴിക്ക് പോകുന്നതാണെങ്കിൽ അതില് 4 ആണുങ്ങൾ അതിൽ കുറ്റക്കാരായിരിക്കും. ഞാൻ 4-ൽ ഒരാള്, 4 ആണുങ്ങളല്ല, 4-ൽ ഒരാള് കുറ്റക്കാരനായിരിക്കും. അതായത് ഒരു സ്ത്രീ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് തന്നെ കുറ്റക്കാരനായി വരുന്നത് ആ കുട്ടിയുടെ പിതാവ്, അച്ഛൻ. ഒന്നാമത്തെ ആള് കുറ്റക്കാരനായിരിക്കും. എന്ന് വെച്ചാല് ചിലപ്പോൾ അച്ഛന്റെ കൺട്രോൾ കുറവോ, അല്ലെങ്കിൽ അച്ഛന്റെ ശ്രദ്ധയില്ലായ്മ, അച്ഛന്റെ കെയർ ഒക്കെ സ്നേഹം മര്യാദ കൊടുക്കാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കൺഫേം ആയിട്ടും അങ്ങനെ ഒരു സംഭവമായിരിക്കും. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് സഹോദരനാണ്. ചിലപ്പോൾ അച്ഛനില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോ ഫുൾ കൺട്രോൾ സഹോദരന്റെ കയ്യിലായിരിക്കും. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതിന്റെ ഫലമായിട്ടായിരിക്കും. മൂന്നാമത്തത് പറയുന്നത് ഭർത്താവാണ്. ഈ പറഞ്ഞ ഭർത്താവിന്റെ കെയറിങ്ങും ഇതും കറക്റ്റ് അല്ലാത്തതിന്റെ പേരിലായിരിക്കും ഒരു സ്ത്രീ പോയിട്ടുണ്ടാവുന്നത്. 100% ഉറപ്പാണ്. അല്ലാതെ ഒരു നല്ല ലൈഫ് കിട്ടുന്ന ഒരു ദാമ്പത്യത്തിൽ നിന്ന് ഒരിക്കലും അങ്ങനെ വ്യതിചലിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ 1-2 ദിവസം ഉണ്ടെങ്കിൽ അത് എന്റെ ഇതിലല്ല, പൊതുവെ ഉണ്ടാവാം. എന്നാലും പൊതുവെ എന്റെ ഒരു ധാരണയായിട്ട് ഞാൻ പറഞ്ഞത്, അതില് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ആള് എന്ന് പറയുന്നത് മകനാണ്. ഈ ഭർത്താവ് ഒക്കെ ഇല്ലാത്തൊരു സമയത്ത് ഫുൾ കെയറിങ് വരേണ്ടത് മകന്റെ കയ്യിലാണ്.
ഉണ്ടെങ്കിൽ. അപ്പോ എൻ്റെ ഒരു ധാരണയായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ ഇതിനെ കുറ്റം പറഞ്ഞു ഇതാക്കിയപ്പോഴും ഞാൻ അന്നും ഇവന്റെ അടുത്ത് ചോദിച്ചതാണ് നിന്റെ അടുത്തുള്ള പോരായ്മകൾ, അവന്റെ കയ്യിൽ വന്ന വീഴ്ച എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് അവനെ ബോധേഡാക്കിയിട്ട് അതിൽ നിന്നും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവനെ അന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോ പിന്നീട് ഉണ്ടായ സംഭവം എന്ന് വെച്ചാല് അതൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. അതായത് പിന്നീട് ഈ കുട്ടിയെ ആ പോയ കുട്ടിയെ ചെന്ന് ഇവൻ തന്നെ കാണുകയും ഇവന്റെ ഇതൊക്കെ പറഞ്ഞ് എന്തോ ഒരു വീട്ടില് കുറച്ച് കുട്ടികളിലേക്ക് കാണണം, അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞ് അന്ന് കുറച്ച് ഭീഷണിയും കൂടെ പെടുത്തി. കുട്ടിയെയും കൊണ്ട് ഞാൻ ദേ മരിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസത്തിന് വേണ്ടി ആ വൈഫിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംസാരിച്ചിട്ടൊന്ന് ഇവൾക്ക് അപ്പോഴും 6 മാസത്തിന് ശേഷമുള്ള സംഭവം ഉണ്ടാ. പോയി കഴിഞ്ഞ 6 മാസത്തിന് ശേഷം ആ പെണ്ണും പോയ പയ്യനുമായിട്ട് നല്ല സുഖത്തില് സന്തോഷത്തില് ഒരു ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ സമയത്ത് ഈ പെണ്ണ് ഇതുപോലെ തന്നെ പോകണം എന്ന് തന്നെ പറയാണ്. അപ്പോ ഞാൻ ഇതുപോലെ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആണെങ്കിൽ സൺഡേ ഞാൻ വീട്ടിലെത്തുള്ളൂ. അപ്പോ വെള്ളിയാഴ്ച ഞാൻ കുട്ടിയെ വിളിക്കുന്നത്. അപ്പൊ വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു 2 ദിവസം 2 ദിവസത്തിനുള്ളിൽ ഞാൻ വന്നൊന്ന് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞ് നല്ലൊരു തീരുമാനത്തിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം കൂടെ ആ കുട്ടിയെ അവിടെ പിടിച്ചിരുത്തി. 2 ദിവസത്തിന് ശേഷം ഞാൻ ചെന്നു, ആ കുട്ടിയുമായിട്ട് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ടാകുന്ന തരത്തില് അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ അവൾക്കും കുറച്ച് നല്ല ഇനി പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചും അല്ല ഒരു അവയർനെസ്സും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ഒരു ഇത് കൊടുത്തു. പിന്നീട് ഒരിക്കലും ഇവരിൽ നിന്ന് ഇത്രയും നാളുണ്ടായിരുന്ന ഒരു സംഭവങ്ങൾ മോശമായിട്ട് അനുഭവങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ ഫലമായിട്ട് അൽഹംദുലില്ലാ സുഖം സന്തോഷമായിട്ട് അവര് ഇപ്പോഴും ഇപ്പോ കുറച്ച് ഏകദേശം 8 മാസത്തോളമായി അവർ രണ്ടുപേരും സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ഒരുമിച്ചുള്ള ജീവിക്കാൻ അവർ സമ്മതിച്ചതിന്റെ അപ്പൊ തന്നെ ഇവര് അപ്പൊ തന്നെ അഡ്വക്കേറ്റ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സിനൊക്കെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സാങ്ഷനായി അവര് ഡിവോഴ്സ്ഡ് ആയിട്ട് ഇപ്പോൾ നിലവിൽ അവര് ഡിവോഴ്സാണ്, ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള 2 പേരാണ് ഇപ്പോ സന്തോഷമയമായിട്ട് ഇപ്പൊ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ അതിലൊരു കാരണക്കാരനായി എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും അതിലൊരു പോസിറ്റീവ് വശം ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു നല്ലൊരു അടിപൊളി സ്കില്ലാക്കി മാറ്റി നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് പോയിന്റ് ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മടിയെക്കുറിച്ചാണ് പറഞ്ഞത്, പെട്ടെന്ന് വിഷയത്തിലേക്ക് മാറിപ്പോയി. അപ്പോ പറഞ്ഞു തന്നത് മടിക്ക് എങ്ങനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം തന്നെ നമുക്ക് മടി ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുക, അതേത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളെ എവിടെ നിന്നാണ് നമുക്ക് മടി വരുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മൾ ഐഡന്റിഫൈ. ഇത് നമുക്ക് ഏത് സിറ്റുവേഷനിലാണ്, ചിലപ്പോ പല കാരണങ്ങളായിരിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ ഫിയർ, എന്ത് സംഭവങ്ങളായിക്കോട്ടെ. എന്തായാലും അത് ഏതാണ് അതിനെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നേ. നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ പേന എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും നമ്മളെന്താണെന്ന്. നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന വേറൊരാളില്ലെന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയണം. ലൈഫിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് നമ്മളെ എന്നാക്കി മാറ്റലാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമുക്ക് റിഗ്രഷൻ ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ആരാണ്, ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത്, എവിടെ നിന്നാണ് ഈ സംഭവം വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് അതിന് നല്ലൊരു ഡിറക്ഷൻ കൊടുക്കാം. ശരിക്കും ഉള്ള ഡിറക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനൊന്ന് റീഡയറക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ അതിന്റെ നല്ല ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ സ്മാർട്ട് വേയും ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യങ്ങളും കുറെ ഹാർഡ് വർക്ക് ഒക്കെ എടുക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ ഷോർട്ട് ആക്കിയിട്ട് നല്ല എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ഒബ്സർവ് ഒക്കെ ചെയ്യാനും ഇതിനെല്ലാത്തിനും ഈ റീഡയറക്ഷൻ വഴി നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യാം. ഇപ്പോ ലേസിനെസ്സിന് എപ്പോഴും ഷോർട്ട് കട്ട്സുകളാണ് ഉണ്ടാവുക. ഏതൊരു മടിയന്മാരുടെ അടുത്ത് നോക്കിയാലും അറിയാം, അവര് ഏതൊരു വിഷയത്തിനെയും അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേ കണ്ടുപിടിക്കുന്നവർ ഈ മടിയന്മാരാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ്
നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോ നല്ല ഡെലിഗേഷൻ, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഓട്ടോമേഷൻ, പ്രൊഡക്റ്റീവ് എനർജിയും എഫിഷ്യൻസി, സക്സസ് ഒക്കെ കൺഫേം ആയിട്ടും നമ്മൾക്ക് കിട്ടും ഈ മടിയിലൂടെ എന്ന് അതിന്റെ നല്ല ഡിറക്ഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചും ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇനി നെക്സ്റ്റ് ടൈം ഇനി നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു മടി നിങ്ങൾക്ക് ഫീൽ വരികയാണെങ്കിൽ ആ മടിയെ എന്ത് ചെയ്യുക, എങ്ങനെ ഹൗ കൻ ഐ ടേൺ ദിസ് ചേഞ്ച് ടു അവർ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ സക്സസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ ടേൺ ചെയ്ത് കൊടുക്കുക. നല്ല ആ ബെസ്റ്റ് വേയിലേക്ക്, അതിന്റെ ബെസ്റ്റ് വേയിലേക്ക് ടേൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ് ആകും. അല്ലാതെ മടി പിടിച്ച് അവിടെ ഇരിക്കണോ വേണ്ടേ എന്ന് വീണ്ടും പറയാണ്. ഒരിക്കലും മടി എന്നൊരു സംഭവം നമ്മുടെ ലൈഫിൽ ഒരു ശാപമല്ല. അത് നമ്മുടെ ലൈഫിന്, നമ്മുടെ പ്രോഗ്രസിന് ഒരു തടസ്സമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മുടെ ലൈഫിന്റെ സക്സസ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളത് 100% ഷുവർ ആണ്. ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണ്. എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കും കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുകയാണ്. അപ്പോ എല്ലാവർക്കും കേട്ടിരുന്നതിനും എന്നെ സഹിച്ചതിനും നന്ദി, നമസ്കാരം. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകളോ അതല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും മടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആളുകൾ, അതുപോലെ തന്നെ മടി നന്നായിട്ട് മനസ്സിലായ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ള ഒരു സംഭവം ഇപ്പൊ പറഞ്ഞു, സൗമ്യമേ പറഞ്ഞത് പ്രൊക്കാസ്റ്റിനേഷൻ അത് കറക്റ്റ് ആണ്. പക്ഷെ പ്രൊക്കാസ്റ്റിനേഷൻ കൊണ്ടും ഒരു ഗുണമുണ്ട്, ലൈഫിൽ ഗുണമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വിഷയം പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇപ്പൊ ഞാൻ ഒരാളെ നമ്മൾ ക്ലാസ് എടുക്കേണ്ട വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് പ്രൊക്കാസ്റ്റിനേഷൻ കൊണ്ടുള്ള ഗുണം. നമ്മൾ അതിൽ പറഞ്ഞത് ഏതൊരു വിഷയത്തിന്റെയും നെഗറ്റീവിന് പോസിറ്റീവ് ആക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊക്കാസ്റ്റിനേഷനൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ കഴിയുന്നേ ഉള്ളൂ. എന്തായാലും മടിയന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷായിട്ടുണ്ടാവും ഈ ക്ലാസ് കേട്ടപ്പോ. ഞാൻ അടക്കണ്ട. അപ്പോ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. ഇത് കേട്ടപ്പോ ഇങ്ങനെ മടി മാറിയ പോലെ തോന്നി, സ്കില്ലാണെന്ന് കേട്ടപ്പോ. ലിഫ്ന മാമിനും ഈ സൗമ്യ മാമിന് എന്തോ പറയാനുണ്ട്. സൗമ്യ മാം എന്ന് പറയുന്നത് ഈ സൗമ്യ മനോജ് എപ്പോഴും ഏതൊരു വിഷയം സംസാരിക്കണം. ഞാൻ ഈ ക്ലാസ്സിൽ മാത്രമല്ല, ഏതൊരു ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള തോട്ടുകൾ എപ്പോഴും അവർ ഷെയർ ചെയ്യുന്നുണ്ട് മെസ്സേജിലൂടെ. അത് അവര് ഫീഡ്ബാക്ക് ആയിട്ട് പറയുന്നില്ല എന്നുള്ളൂ. ഏത് ക്ലാസ് ഏതൊരു വിഷയം പറയുമ്പോൾ അതൊക്കെ അപ്പൊ തന്നെ അവര് കറക്റ്റ് ആയിട്ട് വിടുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലരും ക്ലാസ്സിൽ അത് ശ്രദ്ധിക്കാറില്ല. അപ്പോ നമുക്ക് അതിന്റെ ചെയ്യല്ലേ? ഹലോ സാർ. പറഞ്ഞോ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. ഞാൻ അങ്ങനെ ടോപ്പിക് കണ്ടപ്പോഴേ വിചാരിച്ചു എങ്ങനെ ലേസിനെസ് സ്കില്ലാവുന്നു. പക്ഷെ സാർ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ കൊള്ളാട്ടോ. വാഷിംഗ് മെഷീൻ അതുപോലെ വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോ. പിന്നെ സാർ പറഞ്ഞതില് എല്ലാ സ്റ്റോറീസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. എന്നാൽ എനിക്ക് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്, ഏറ്റവും നമ്മുടെ നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും, അതെ, ഓരോ ടോപ്പിക്ക് കിട്ടുമ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഇത് കണ്ടുപിടിച്ച് നമ്മളെ തന്നെ ഉയർത്തുക, നമ്മുടെ കുറവുകളെ നല്ലതാക്കി മാറ്റുക. വളരെ നല്ല ടോപ്പിക്കാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ഒറ്റക്കുള്ള യാത്രയില് താങ്ക് യു മാം, താങ്ക് യു സൗമ്യ മാം. നമ്മുടെ ഈ ഒറ്റക്കുള്ള യാത്രയില് പറഞ്ഞോ സാർ പറയുന്ന ആ രീതി ഒത്തിരി ഇഷ്ടമായി. അതായത് നമ്മുടെ സാധാരണക്കാരുടെ ലൈഫ്, അതായത് ലോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പോലും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് അതിന്റെ ഓരോ ഇതും നമുക്കത് ഫീൽ ചെയ്ത് അതേ രീതിയിൽ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഒരു സ്ത്രീ അങ്ങനെ പോയി എന്ന് പറയുന്നത് അത് ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെങ്കിലും എന്ത് നെഗറ്റീവ്സ് കൊണ്ടാണെങ്കിലും ആ പോയതിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ പോകുന്നത് കുട്ടികളും ഉണ്ട്. എന്നാലും ആ സിറ്റുവേഷൻ മനസ്സിലാക്കി
അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ സാർ കാണിച്ച ആ എഫേർട്ട്, അതുപോലെ ആ മനുഷ്യനിലും ഒരു നന്മയുണ്ട്, അയാളുടെ തെറ്റ് എന്താണെന്ന്. ഉണ്ട് സത്യം. അപ്പൊ ഇത്രയും വലിയ തെറ്റുകളെ പോലും, അതായത് ആ ഒരു 6 month ഒക്കെ പോയി ജീവിച്ചിട്ടും അതിനെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലായ അവരുടെ രണ്ടുപേരുടെയും മനസ്സിനെ കൊണ്ടുവന്ന്, അതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കും എപ്പോഴും ഭയങ്കര സന്തോഷമാണ് ആ ഒരു കാര്യത്തില്. താങ്ക് യു മാം. ഇതൊക്കെ നമ്മള് ദൈവം ഇങ്ങനെ കണക്ക് ബുക്കിൽ എഴുതി വെക്കുന്നതാണ് കേട്ടോ. താങ്ക് യു. അല്ല, അത് അങ്ങനെയുള്ള കുറെ നന്മകള് ആണ് നമ്മുടെ ലൈഫിനെ ഇപ്പോൾ സന്തോഷപരമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സർ. സാർ കണ്ടെയ്നറിൽ ഇരുന്നിട്ടാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. ഇതെന്റെ വണ്ടിയാണ്. എന്നാലും സെറ്റപ്പ് ഒക്കെ കൊള്ളാം. താങ്ക് യു. അപ്പോ എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.